ആൾക്കാർക്ക് എടാ ആലോചിക്കണം, ടിവിയല്ല റേഡിയോയിൽ ഇത്രയും പേരുണ്ടായിട്ട് ഒരു പാട്ട് പാടാൻ ഗട്സ് ഉള്ള ഒരുത്തം പോലും ഇല്ലാതായി പോയല്ലോ. മന്ദാരേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ കുറെ തീട്ട പാട്ടും പഠിച്ച് നെഞ്ചത്തൊരു അണ്ടിപ്പൂച്ചയും കെട്ടി പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഒലിപ്പിക്കുന്നോണ്ടാണ് നിനക്കൊന്നും കിട്ടാത്ത. ഇവിടെ എന്തോരം നല്ല പാട്ടുകൾ ഉണ്ടടാ ഈ നാട്ടില്. അപ്പൊ എന്തായാലും അത് ആദ്യം എഫേർട്ട് ഇട്ട് പാടിയോണ്ട് മന്ദാരത്തിന് 5 കോടി രൂപ കുറച്ച് കൊടുത്തേ. സപ്രഷൻ കാരണം കേക്കില്ലേ? നിനക്കൊരു 5 കോടി എക്സ്ട്രാ ഗ്രൈൻഡ് ചെയ്ത് തരേ ചന്ദ്ര ഈ പാട്ടിന് കേട്ടാ. എല്ലാരും 5 കോടി എക്സ്ട്രാ തരണമെന്ന് പറ. അതുപോലെ ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവർക്കും 5 കോടി എക്സ്ട്രാ തരണം. 75 കോടി മന്ദാരം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. ഇതൊരു ടെസ്റ്റ് കൂടി ആയിരുന്നു. ആ ടെസ്റ്റിൽ നിങ്ങളെല്ലാം ഫെയിൽ ആയി. അപ്പൊ ബാക്കി എല്ലാരും 75 കോടിയാ തരണേ ഡേറ്റില്. ഇന്നലെ എടുത്തൊരു പയ്യടന്നില്ലേ ഡെസ്ട്രോ എന്ന് പറഞ്ഞിട്ട് യൂണിഫോം പോലും ഇല്ലാതെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ സോ കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ വെടി അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ എടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്നും അത് തന്നെ എടുത്തോണ്ടിരുന്ന ശരിയാവത്തില്ലല്ലോ. അപ്പൊ നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെടിയനെ തന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് സ്റ്റീവ് അസ്രയേൽ ടു TVA as TVA Steve. വെൽക്കം ടു TVA Steve. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് അതെ, അത് ദൈവമേ ഒന്ന് സഹായിക്കണേ. അറിയാതെ ഒരു കൈവത്തം പറ്റിയാണ്. ഓട്ടക്ലിക്കാതെ ദൈവമേ. എനിക്കറിയാം. എടാ ഒന്ന് മുക്കാൻ പറയടാ. കാല് കുത്തിയത് ഊമ്പി അവന്റെ സൗണ്ട് മാറിയൊക്കെയാണ് ഗൈസ്. സ്റ്റീവേ മോനെ വെൽക്കം ബാക്ക് ടു TVA. നിന്നെ പിന്നെ കൂടുതൽ ഒന്നും അത് ഇവൻ നിന്നെ അടിച്ചതാണോ എനിക്കിട്ടാ കൊണ്ടത്. അത് നീ കുനിഞ്ഞ് നീ വണ്ടി ഇറങ്ങാത്ത തല താഴ്ത്തിയല്ലേ ഇറങ്ങിയത്. ഇത് നമ്മുടെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പാപ്പൻ. നിനക്കേശവിടെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട്, കൊറേ നമുക്ക് പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈഗോ ഒന്നും കാണിക്കില്ല പഴയ നമുക്ക്. എല്ലാവരുടെ പോയി പരിചയപ്പെടണം കേട്ടാ. എന്തോ ഈഗോ പരിചയമുണ്ട്. ഇങ്ങനെയാണ് കുത്തിരിമുണ്ടാക്കണത് ഉള്ള കാര്യം പറയാലോ. ചന്ദ്രനാണ് പ്രശ്നം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല അണ്ണ. ഞാൻ എന്തായാലും ഇനി ഇവിടെ കൂടെ കാണും. പിന്നെ കുറച്ച് കുട്ടി കൊമ്പനാളുകളുണ്ടല്ലോ, കളക്കാനുണ്ട് കുറച്ചുകൂടെ. വന്നപ്പോഴേ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. മാറ്റാണ് ഞാൻ വന്നേക്കുന്നത്. കുട്ടി കൊമ്പന്മാരുണ്ട് ഇവിടെ. പ്രശ്നത്തോടെ പ്രശ്നമാ. ഇവന് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. പ്രശ്നമില്ല അണ്ണ, ശാന്തി സമാധാനം. എടാ നിനക്ക് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. നിന്റെ സൗണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. നിനക്ക് നിന്റെ മൈക്ക് ഇത് മാറി കിടക്കും കേട്ടാ. അവനത് ഫിക്സ് ചെയ്യാൻ ചെവിയിൽ വെക്കുന്ന സാധനം ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി. അത് ശരിയാക്കുന്നുണ്ട്.
മൊബൈൽ ഡേറ്റയാണ്. ഓ അതിന്റെ മൊബൈൽ ഡേറ്റയുടെ വൈഫൈ എന്നേ ഉള്ളൂ എന്റെ. ഓക്കെ സെറ്റ് അപ്പൊ നീ കേറിക്കോ ഓക്കെയാണ് അപ്പൊ ചന്ദ്രന്റെ ബാറ്റ് അങ്ങ് വാദിക്കുന്നത് നല്ല വാസന. ഹെൽമെറ്റ് ഇട്ടോ, ഒരു വ്യത്യാസമില്ല. വാസുവനെ, വാസുവന്റെ ഫേവറേറ്റ് പ്ലെയർ തിരിച്ചു വന്നതിൽ വാസുവൻ എന്താണ് വാസുവന്റെ പറയാനുള്ളത്? നീ കൂടുതൽ എന്ത് പറയാനാ പാപ്പ? ഞാൻ എപ്പോഴും പറയാം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ്. ലൈക്ക് അടിച്ചിരുന്നപ്പോ എന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു നിർത്ത്. എന്താ ഒന്നാമത്തെ പ്ലേസ് ഞാനെന്നല്ലേ ഒരു ഊമ്പിച്ചരം പറയല്ലേ അണ്ണാ മുഖത്ത് നോക്കിട്ട് അന്ന് അങ്ങനെ അടിച്ചിരുന്നപ്പോ അണ്ണാ പറഞ്ഞത് എന്റെ ഏറ്റവും ടിവിയിലെ ഫേവറേറ്റ് പ്ലെയർ ചന്ദ്രൻ എന്നാണ് അണ്ണ പറഞ്ഞത്. ഒരുമാതിരി മാറ്റി പറയല്ലേ ഇനി അത്. എനിക്ക് ഈഗോ അടിക്കും, എനിക്കതിൽ ഈഗോ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കേൾക്കാനും വയ്യായിരിക്കും എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞോ. ഇപ്പൊ ഇമോഷണലാണ് ഞാനത് ഇടാൻ പോയതാ, സന്തോഷം. വാർച്ചായിട്ട് ഇടാൻ പോയതാ. ഓ വെൽക്കം ബാക്ക് ടു TVS ടീം. കള്ളൻ ആർപി നിർത്തി പോലും ഇത് ആർപി നിർത്തി നമ്മൾ ഇൻസ്റ്റാൾ വെക്കൂലേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞ അവൻ എല്ലാം നിർത്തി ഒരു ഗ്യാപ്പിലേക്ക് ഇരിക്കുമായിരുന്നു. അപ്പൊ വേറെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അവൻ ഡയോസിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇനി അത് അങ്ങനെ ഒരു അടിയും വഴക്കൊന്നും വേണ്ട. അവിടെ അടിയും വഴക്കം ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല അവനോട് വന്നേ. അവൻ ഓൾറെഡി RPന്ന് ഗ്യാപ്പ് എടുത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയണത് പോലെ ഇന്നലെ ഞാൻ അവനെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ അവന് കളിക്കണമെന്നൊരാഗ്രഹം വന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. സത്യം പറഞ്ഞ ഞാൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് തിരിച്ച് അവന് കളിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എനിക്കത് കൺസിഡർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലാതെ ഡയോസായിട്ട് അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടല്ല അവൻ ഇവിടെ വന്നത്. അത് റുബലും ഇന്ന് ഓൾറെഡി അവരുടെ ഇതിനകത്ത് പറഞ്ഞതാ. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. സോ വാർച്ചാറ്റ് കത്തിയെന്ന് സ്റ്റീവ് ഈ സിറ്റിയിൽ കളിക്കുന്ന അവൻ എല്ലായിടത്തും കോണയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിൽ കളിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്ലേയേഴ്സിനും സ്റ്റീവിനോട് ഭയങ്കര റെസ്പെക്റ്റാ. അത് അവന്റെ വായ്ത്താളതോ അവന്റെ തെറുവിളി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടല്ല, അവന്റെ ഇൻ ഗെയിമിലെ സ്കിൽസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാ കുറെ പേർക്ക്. അതിവിടെ സിറ്റിയിൽ കഴിഞ്ഞത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ഗ്യാങ്ങാണെന്ന് നോക്കിയാൽ മതി. അവനോട് ആ ഒരു റെസ്പെക്ട് കുറെ പേർക്കുണ്ട്, ആ സ്കില്ലിനോടുള്ള റെസ്പെക്ട് കുറെ പേർക്കുണ്ട്. അതുകൊണ്ടാണ് നോക്ക് ഒത്തിരി പേരിടുന്നു. നോക്ക് എന്തോരം പേരാ വാർച്ചാറ്റിലിടുന്നു. എനിവേ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഡെസ്ട്രോ ആണ്, സ്റ്റീവ് ആണ്. റെപ്രസെന്റിങ്. ഇനി അടിച്ചങ്ങനെ കൊന്ന സാമാനം വെട്ടി ഞാൻ കടലറിയവേ. അപ്പൊ പിള്ളേരെല്ലാം ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി വാറൊക്കെ അടുപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ചന്ദ്രന്റെ. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ അണ്ണാ. ഒരെണ്ണം ഉണ്ട്. പിന്നെ ആ സ്ലോട്ടാണ് എനിക്ക് എന്നേക്കുക. എനിക്ക് ഒരാളെ നോക്കി സിറ്റിയും തെരഞ്ഞെടുത്ത് ഇതാക്കാൻ വേണ്ടിട്ട് അല്ലേ അണ്ണാ? അതെ, അത് ഞാൻ ചന്ദ്രന് വിട്ടു തരുവാണ്. അത് സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, അത് ചന്ദ്രന് വിട്ടു തരുവാണ്. ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ചന്ദ്രന് ഒരാളെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്യാം. പൈസ കുമിഞ്ഞു കൂടും. കൈക്കൂലി മേടിച്ച് കൊണ്ടുവരുന്ന പറ്റത്തില്ലേ? ഇല്ല, കൈക്കൂലി മേടിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരാളെ നിനക്ക് കൊണ്ടുവരാം. പിന്നെ സൂര്യബോസിനും പറ്റൂല. എന്റെ മകൻ എനിക്ക് എന്റെ ലൈനിൽ ഒരാളെങ്ങനെ നിർത്തി. നിന്റെ മോനെ ഞാൻ അത് റിക്രൂട്ട് ചെയ്താ അടുത്ത ദിവസം നീ എന്നെ കൊന്നു കളയും. പിന്നെ നീ ലീഡർ, അവൻ